ഹലോ ഫ്രണ്ട്സ്, 2026 മാർച്ച് +1 ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററുകളാണ് നമ്മൾ ആദ്യം റിവൈസ് ചെയ്യുന്നത്. നമ്മൾ ഫുൾ A+ കിട്ടുവാൻ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്രയും കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് റിവിഷൻ മുന്നോട്ട് പോകുന്നുണ്ടാവുക. നമ്മളിവിടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. നമ്മുടെ 14 ചാപ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചാപ്റ്ററും ഇത് തന്നെയാണ്. റഫ്ലി നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 7 മാർക്സാണ്. 7 മാർക്കുകളാണ് ആകെയുള്ള 60 മാർക്കിൻ്റെ എക്സാമിൽ 7 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ തുടക്കത്തിൽ റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇവിടെ ആദ്യം അറിയേണ്ടത് എന്താണ് ഫ്ലൂയിഡ് എന്ന് നമുക്ക് നോക്കാം. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ. ഒഴുകാൻ കഴിയുന്ന, ഫ്ലോ ചെയ്യാൻ കഴിയുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം? ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. ആ കാറ്റഗറിയിൽ പ്രധാനമായിട്ടും നമ്മുടെ സിലബസിൽ 2 കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഒന്ന് ലിക്വിഡ്, മറ്റൊന്ന് ഗ്യാസ്. ലിക്വിഡ്സിനും ഗ്യാസിനും ഫ്ലോ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇവരെ ചേർത്ത് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന കോൺസെപ്റ്റിൽ പെടുത്തിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവുക. നമ്മൾ സിലബസിലേക്ക് കടന്നാൽ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫ്ലൂയിഡ് പ്രഷർ. എന്താണ് ഫ്ലൂയിഡ് പ്രഷർ? ഡെഫിനിഷൻ നോക്കിയാൽ ദ നോർമൽ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ എ ഫ്ലൂയിഡ് ഓൺ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു ഫ്ലൂയിഡ് ഏൽപ്പിക്കുന്ന നോർമൽ ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു വലിയ സർഫസ് ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കാം. അതിൻ്റെ ഒരു യൂണിറ്റ് സർഫസ് എടുത്തു കേട്ടോ, ചെറിയ പോർഷൻ യൂണിറ്റ്. വലിയ സർഫസിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എസ് എങ്കിൽ ചെറിയ സർഫസിനെ നമുക്ക് DS എന്ന് വിളിക്കാം. ഈ സർഫസിൻ്റെ നോർമലായിട്ട് ഫ്ലൂയിഡ് കൊടുക്കുന്ന ഫോഴ്സ്, നോർമലായിട്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ്റെ പ്രത്യേകത, ഇവിടെ ഈ ഡയറക്ഷനും ഈ കാണുന്ന സർഫസും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അതിനെയാണ് നമ്മൾ നോർമൽ ഡയറക്ഷൻ എന്ന് പറയാം. ഈ കാണുന്ന നോർമൽ ഡയറക്ഷനിൽ ഫ്ലൂയിഡ് കൊടുക്കുന്ന യൂണിറ്റ് ഏരിയയിൽ അതിൻ്റെ നോർമൽ ഡയറക്ഷനിൽ ഫ്ലൂയിഡ് കൊടുക്കുന്ന ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലൂയിഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ നോക്കിയാൽ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ നമുക്ക് കാണാം. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് പ്രഷർ. SI യൂണിറ്റ് എന്താണെന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് സിംപ്ലി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ഇക്വേഷൻ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു യൂണിറ്റാണ് പാസ്കൽ എന്ന് പറയുന്നത്. PA എന്നുള്ള സിമ്പിളിലാണത് എഴുതുന്നുണ്ടാവുക. ഇതൊന്നുമല്ലാതെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം പോലെയുള്ള കാര്യങ്ങൾ അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ. ATM എന്ന് ചുരുക്കെഴുത്തിൽ എഴുതുന്ന അറ്റ്മോസ്ഫിയർ. ഒരു കൺവേർഷനും കൂടി ഇവിടെ ഇങ്ങനെ ഓർക്കാം. 1 അറ്റ്മോസ്ഫിയർ ഈക്വൽ ടു 1.013 × 10⁵ പാസ്കൽ. അതുകൂടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്താണ് പ്രഷർ എന്ന് മനസ്സിലാക്കി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? നമുക്കറിയാം, വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വരുന്നൊരു കോൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് സിംപ്ലി മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൻ്റെ മാസ് പെർ യൂണിറ്റ് വോളിയം, യൂണിറ്റ് വോളിയത്തിലുള്ള മാസിനെ തന്നെയാണ് ഡെൻസിറ്റി എന്ന് പറയുക. ഇക്വേഷൻ ρ = മാസ് ബൈ വോളിയം എന്ന് നമുക്ക് ചെറിയ ക്ലാസ്സിൽ അറിയാം. ഇതൊരു പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. യൂണിറ്റ് നോക്കിയാൽ സിംപ്ലി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ള യൂണിറ്റ് നമുക്കറിയാം. ഇനി അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 277 കെൽവിനിൽ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, വാട്ടറിൻ്റെ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡെൻസിറ്റി എത്രയാണ്? മറ്റൊന്ന്, ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ് ഹാവ് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി അറ്റ് ഓൾ പ്രഷേഴ്സ്. നമ്മളൊരു ഇൻകംപ്രസിബിൾ ലിക്വിഡ് എടുത്താൽ എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു ലിക്വിഡ് എടുത്താൽ അതിൻ്റെ ഡെൻസിറ്റി എല്ലാ പ്രഷറിലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളൊരു പോയിൻ്റ് മനസ്സിൽ വയ്ക്കാം. ഫോർ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ദ ഡെൻസിറ്റി വിൽ ബി കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ പ്രഷേഴ്സ്. അപ്പോൾ അത് ക്ലിയറായി, ഡെൻസിറ്റി മനസ്സിലായി. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഐഡിയ ദാറ്റ്സ് കോൾഡ് റിലേറ്റീവ് ഡെൻസിറ്റി.
ഡെൻസിറ്റി അറിയാമെങ്കിൽ പിന്നെ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുക. അപ്പോൾ അതൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതിയാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ്സ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഈ ഡെൻസിറ്റി ഓഫ് വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതൊരു പോസിറ്റീവ് സ്കെയിലർ ആണെന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് അത്യാവശ്യം അറിയേണ്ട ചില ടേമുകളാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. ഇനി പതിയെ നമ്മൾ ഡെറിവേഷൻസിലേക്ക് കടക്കുകയാണ്. നമ്മൾ പരീക്ഷയ്ക്കായി മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഡെറിവേഷൻ ഇതാണ്: വേരിയേഷൻ ഓഫ് പ്രഷർ ഓഫ് എ ലിക്വിഡ് വിത്ത് ഡെപ്ത്. അപ്പോൾ ഒരു ഫ്ലൂയിഡിൽ ഡെപ്ത് താഴേക്ക് പോകുന്നതനുസരിച്ച്, ഡെപ്തിലേക്ക് പോകുന്നതനുസരിച്ച് ഫ്ലൂയിഡിൻ്റെ പ്രഷറിന് എന്ത് മാറ്റമാണ്, എന്ത് വേരിയേഷനാണ് സംഭവിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഡെറിവേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിങ്ങനെ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഒരു ഫ്ലൂയിഡ് എടുത്തിരിക്കുന്നത് അസ്യൂം ചെയ്യാം. ഈ ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിനെയാണ് ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന ഈ വലുത് ഒരു കണ്ടെയ്നറാണ്, പാത്രമാണ്. എന്നാൽ അതിനുള്ളിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ചെറുത് ഒരു പാത്രമൊന്നുമല്ല, ഒരു സിലിണ്ടറിൻ്റെ രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഫ്ലൂയിഡിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. ഒരു കുറച്ച് ഫ്ലൂയിഡിൻ്റെ ഒരു പോർഷനാണ്. ഇനി ആ പോർഷൻ്റെ, ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതായ ഫ്ലൂയിഡിൻ്റെ പോർഷൻ്റെ ഹൈറ്റ് h ആണെന്ന് നമ്മൾ എടുത്തിരിക്കുന്നു. ഫ്ലൂയിഡിൻ്റെ ടോപ്പ് പോർഷനെ 1 എന്നും ബോട്ടം പോർഷനെ 2 എന്നും വിളിക്കുകയാണ്. ഫ്ലൂയിഡിന് ഈ സിലിണ്ടറിക്കൽ ഫ്ലൂയിഡ് പാർട്ടിൻ്റെ മുകൾ ഭാഗത്ത് താഴേക്കായിട്ട് ഫീൽ ചെയ്യാൻ പോകുന്ന ഫോഴ്സിനെ P1A എന്ന് വിളിച്ചു. ഫോഴ്സിനെ ഞാൻ എടുത്തു പറഞ്ഞു, കാരണം ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഫ്ലൂയിഡ് പാർട്ടിൻ്റെ ടോപ്പ് പോർഷനിലുള്ള ഫോഴ്സ് ആയതുകൊണ്ട് P1A എന്ന് വിളിച്ചു. P1 എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ഫ്ലൂയിഡിൻ്റെ ടോപ്പ് പോർഷനിലുള്ള പ്രഷറാണ്. മറ്റൊന്ന്, ഈ ഫ്ലൂയിഡിന് മൊത്തത്തിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് താഴേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും, ദാറ്റ്സ് mg, അതിൻ്റെ വെയിറ്റ്. ഈ കാണുന്ന സിലിണ്ടറിക്കൽ ഫ്ലൂയിഡ് പോർഷൻ്റെ വെയിറ്റാണ് ഈ എഴുതിയിരിക്കുന്നത് mg, അത് താഴേക്കായിരിക്കും നമുക്കറിയാം. ഇപ്പോൾ 2 ഫോഴ്സുകളായി. ഒന്ന് P1A എന്നൊരു ഫോഴ്സ് ഉണ്ട്, അത് മുകളിൽ നിന്ന് താഴേക്കാണ്, അത് ഫ്ലൂയിഡിൻ്റെ ടോപ്പ് പോർഷനിലാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ mg ആണ് വെയിറ്റ്, അതും ഈ ഫ്ലൂയിഡ് കോളത്തിൻ്റെ അല്ലെങ്കിൽ ഈ പോർഷൻ്റെ വെയിറ്റ് കാരണം അതും താഴേക്കാണുള്ളത്. രണ്ടാമത് ഫ്ലൂയിഡിൻ്റെ ബോട്ടം പോർഷനിൽ പോയിൻ്റ് 2 എന്ന ഭാഗത്ത് മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ P2A എന്നാണ് വിളിച്ചത്. അതിൻ്റെ ഏതൊക്കെ ഫോഴ്സുകളാണെന്നൊക്കെ പിന്നീട് പറയാം. P2A എന്ന് വിളിക്കും. P2 എന്ന് പറയുന്നത് ഈ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷനിലെ പ്രഷറാണ്. A ഈ ബോട്ടം പോർഷൻ്റെ ഏരിയയാണ്. അത് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ മുകളിലും താഴെ ഒരേ ഏരിയ ആയതുകൊണ്ടാണ് രണ്ടിലും A എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ P2A എന്ന ഫോഴ്സ് മുകളിലേക്കാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ 3 ഫോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് P1A താഴേക്ക്, mg താഴേക്ക്, P2A മുകളിലേക്ക്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണം. ഇതാണ് ഫിഗർ എന്നുള്ള ഐഡിയ മനസ്സിലാക്കണം. ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. അറ്റ് ഈക്വിലിബ്രിയം ദ റിസൾട്ടൻറ്റ് വെർട്ടിക്കൽ ഫോഴ്സസ് മസ്റ്റ് ബി ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ഫ്ലൂയിഡ് പാർട്ട് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം? നെറ്റ് ഫോഴ്സ് 0 ആണ്. F നെറ്റ് ഈക്വൽ ടു 0 ആകുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. ആ സമയത്ത് ആക്സിലറേഷൻ 0 ആയിരിക്കും. ദെൻ വെലോസിറ്റി ഒന്നുകിൽ 0 ആണ്, ദ ബോഡി അറ്റ് റെസ്റ്റ്, ഓർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ദ ബോഡി ഈസ് ഇൻ യൂണിഫോം മോഷൻ. ഇതൊക്കെ നമ്മൾ മോഷനിനെ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഫ്ലൂയിഡ് കോളം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ എന്ന് പറഞ്ഞത് അനങ്ങുന്നില്ല, റെസ്റ്റിലാണെന്നുള്ള കോൺസെപ്റ്റാണ് നിങ്ങളിവിടെ എടുക്കേണ്ടത്. ഈ കോൺസെപ്റ്റാണ് എടുക്കേണ്ടത്. ഈ ഫ്ലൂയിഡ് കോളം റെസ്റ്റിലാണെങ്കിൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സുകളെല്ലാം കൂടെ ബാലൻസ് ചെയ്തിട്ട് നെറ്റ് ഫോഴ്സ് 0 ആവും. അപ്പോൾ ആ കേസിൽ താഴേക്കുള്ള ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു മുകളിലേക്കുള്ള ഫോഴ്സുകളുടെ സമ്മ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് മുകളിലേക്കുള്ള ഫോഴ്സ് P2A, ഈ കാണുന്ന ഫോഴ്സ്, ദാറ്റ് വിൽ ബി ബാലൻസ്ഡ് ബൈ ഓർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു P1A പ്ലസ് mg. P1A പ്ലസ് mg. അപ്പോൾ
മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സുകളുടെ സമ്മ് എന്നാണ് നമ്മളിവിടെ എഴുതിക്കുന്നത്. P2A ഈക്വൽ ടു P1A പ്ലസ് mg. ഇനി ചെറിയ മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻസ് മാത്രം. ഈ ടേം ഇപ്പുറത്തേക്ക് വരട്ടെ. P2A മൈനസ് P1A ഈക്വൽ ടു mg. ഒരു എ കോമൺ ആണ്, പുറത്തെടുക്കാം. P2 മൈനസ് P1 ഈക്വൽ ടു എ, ദാറ്റ്സ് ഈക്വൽ ടു mg. ഇനി ശ്രദ്ധിക്കുക, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാം, മാസ് ബൈ വോളിയം. അവിടുന്ന് മാസിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാം. ഈ കാണുന്ന വോളിയത്തെ ലെഫ്റ്റിലേക്ക് ന്യൂമറേറ്ററിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം. അപ്പോൾ ഇവിടെ ഈ മാസിന് പകരം നമുക്ക് റോ ഇൻറ്റു വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദിസ് ഇക്വേഷൻ വിൽ ടേക്സ് ദ ഫോം P2 മൈനസ് P1A ഈക്വൽ ടു റോ വി ജി എന്ന് കിട്ടി. ഇനി നോക്കുക, വോളിയം വി ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. നമ്മളെടുത്ത ഫ്ലൂയിഡ് കോളത്തിൻ്റെ ഷേപ്പ് സിലിണ്ടറിക്കലാണ്. അതിൻ്റെ ബേസ് ഏരിയ അറിയാം, എ ആണ്. ഹൈറ്റ് അറിയാം, എച്ച് ആണ്. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മൊത്തം ഫ്ലൂയിഡ് കോളത്തിൻ്റെ വോളിയം കിട്ടി. അപ്പോൾ അതാണ് നമ്മളിവിടെ നോക്കുന്നത്. വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ വിക്ക് പകരം എ ഇൻറ്റു എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ P2 മൈനസ് P1A ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വിക്ക് പകരം എ ഇൻറ്റു എച്ച് ദെൻ ജി. ഇനി നോക്കിയാൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ what you get the result is P2 മൈനസ് P1 ഈക്വൽ ടു റോ ജി എച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. P2 മൈനസ് P1, പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി ഫ്ലൂയിഡ് കോളം ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. പടത്തിലേക്ക് നോക്കിയിട്ടൊന്ന് വിശദീകരിച്ചാൽ P1 നമ്മുടെ ഫ്ലൂയിഡ് കോളത്തിൻ്റെ ടോപ്പ് പോർഷനിലുള്ള പ്രഷറാണ്. P2 ഫ്ലൂയിഡ് കോളത്തിൻ്റെ ബോട്ടം പോർഷനിലുള്ള പ്രഷറാണ്. ഈ രണ്ട് പ്രഷർ തമ്മിലുള്ള വ്യത്യാസം P2 മൈനസ് P1 ദാറ്റ്സ് ഈക്വൽ ടു റോ ജി എച്ച് എന്നാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. അതായത് ഈ പ്രഷർ ഡിഫറൻസ് പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഘടകം P2 മൈനസ് P1 ഈസ് പ്രൊപ്പോർഷൻ ടു എച്ച്, അഥവാ ഫ്ലൂയിഡ് കോളത്തിൻ്റെ ഹൈറ്റിനെയാണ്. ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് കൂടുന്നതനുസരിച്ച്, അഥവാ ഫ്ലൂയിഡ് കോളത്തിൽ നമ്മൾ താഴേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ ഡിഫറൻസ് കൂടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ആ പ്രഷർ ഡിഫറൻസ് കൂടുന്നു എന്ന് പറയുമ്പോൾ പ്രഷർ ഡിഫറൻസ് ആണ്. അത് ഒന്നെങ്കിൽ കുറഞ്ഞ് വരാം, അല്ലെങ്കിൽ കൂടി വരാം. എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷനിൽ P2 ഒന്ന് എടുത്തെഴുതി നോക്കൂ. P2 ഈസ് ഈക്വൽ ടു P1 പ്ലസ് റോ ജി എച്ച് എന്നാണ് കിട്ടുക. അതായത് താഴേക്ക് പോകുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ബോട്ടം പോർഷനിലെ പ്രഷർ എന്ന് പറയുന്നത് ടോപ്പ് പോർഷനിലുള്ള പ്രഷർ പ്ലസ് റോ ജി എച്ച് ആണ്. ദാറ്റ് മീൻസ് ആസ് വി ഗോ ഡൗൺ ദ ഫ്ലൂയിഡിലേക്ക് നമ്മൾ താഴേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ കൂടിയാണ് വരുന്നത് എന്നുള്ള ഐഡിയ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇനി മറ്റൊരു കാര്യം നോക്കാം. ഇഫ് ദ ടോപ്പ് ഓഫ് ദി ലിക്വിഡ് ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ, നമ്മൾ കൺസിഡർ ചെയ്ത ഫിഗറിലെ ഈ ഫ്ലൂയിഡ് കോളം നമ്മൾ ടോപ്പ് പോർഷനിൽ തന്നെ കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത ഫ്ലൂയിഡ് കോളത്തിൻ്റെ ടോപ്പ് പോർഷൻ അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വച്ചിരിക്കുകയാണെങ്കിൽ P1 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക്കൽ പ്രഷറായ PA തന്നെ ആകും. എന്താ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണം. നമ്മളുടെ കൺസിഡർ ചെയ്ത ഫ്ലൂയിഡ് കോളം അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സർഫസിലാണ് ടോപ്പ് പോർഷൻ പരിഗണിച്ചാൽ മതി, അപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രഷർ P1 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക്കൽ പ്രഷർ PA തന്നെയാണ്. അപ്പോൾ പിന്നെ P2 എന്ന് എഴുതേണ്ട കാര്യമില്ല, സിംപ്ലി P എന്ന് എഴുതിയാലും മതി. കാരണം സബ്സ്ക്രിപ്റ്റ് ഇല്ലല്ലോ. P1 എന്ന് എഴുതുമ്പോഴല്ലേ P2 എന്ന് എഴുതേണ്ടി വരുന്നുള്ളൂ. P1ൻ്റെ വാല്യൂ PA ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ P2 എന്ന് എഴുതേണ്ട, സിംപ്ലി P എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ P1 ഈക്വൽ ടു PA, ടോപ്പ് പോർഷനിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറായി. P2നെ സിംപ്ലി P എന്ന് എഴുതാം. സോ അവർ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് വരിക? P മൈനസ് PA ഈക്വൽ ടു റോ ജി എച്ച്. P മൈനസ് PA ഈക്വൽ ടു റോ ജി എച്ച്. അപ്പോൾ നമ്മളൊരു കുളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ സർഫസിൽ അനുഭവപ്പെടാൻ പോകുന്ന പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, വാട്ടർ സർഫസ്. താഴേക്ക് ഫ്ലൂയിഡിലേക്ക് പോകുന്നതനുസരിച്ച് ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസിൻ്റെ ഇക്വേഷനാണിത്. P മൈനസ് PA ഈക്വൽ ടു റോ ജി എച്ച്. ഇനി P മൈനസ് PA നമ്മൾ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഫ്ലൂയിഡിൽ ഒരു ഡെപ്തിലേക്ക് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറും തമ്മിലുള്ള വ്യത്യാസം. ദാറ്റ്സ് കോൾഡ് ഗേജ് പ്രഷർ, വിച്ച് ഈസ് എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ലിക്വിഡ് അറ്റ് എ ഡെപ്ത് എച്ച്. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ലിക്വിഡ് അറ്റ് എ ഡെപ്ത് എച്ച്.
അപ്പോൾ ഇത് പ്രഷർ ഡിഫറൻസിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ഫ്ലൂയിഡിൻ്റെ എച്ച് ഡെപ്തിലേക്ക് പോയി കഴിയുമ്പോൾ എത്രയാണ് പ്രഷർ എന്ന് അറിയണമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് പി എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് വിൽ ബി പി ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി ആണ് എച്ച് ഡെപ്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഫ്ലൂയിഡിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. ആ പ്രഷറിനെയാണ് വാട്ട് യു കോൾഡ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് പ്രഷർ. ഇപ്പോൾ ഒരു ഫ്ലൂയിഡിൽ എച്ച് ഡെപ്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കറക്റ്റ് എത്രയാണോ അവിടെ പ്രഷർ, അതിനെ അബ്സല്യൂട്ട് പ്രഷർ എന്നും, ആ പോയിന്റിലെ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനെ ഗേജ് പ്രഷർ എന്നും വിളിക്കുന്നു. ഒന്ന് മനസ്സിലാക്കാം. ഒന്ന് വായിക്കാം. പി ഈസ് കോൾഡ് അബ്സല്യൂട്ട് പ്രഷർ അറ്റ് എ ഡെപ്ത് എച്ച് ഓഫ് എ ലിക്വിഡ് വിച്ച് ഇസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ എച്ച് ഡെപ്തിൽ ചെല്ലുമ്പോൾ എക്സാക്ട്ലി അവിടെ എത്രയാണോ പ്രഷർ അതിനെയാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുക. ക്ലിയർ ആയെന്ന് വിചാരിക്കും. സോ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുമ്പോൾ ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ ഇവിടെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള 3 കണ്ടെയ്നറുകളാണ്. 3 കണ്ടെയ്നറിൻ്റെയും ഷേപ്പ് ഡിഫറെൻ്റ് ആണ്. കണ്ടെയ്നർ എ, ബി, സി. അപ്പോൾ ഞാൻ ഈ കണ്ടെയ്നറിൽ ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ 3 പോയിൻ്റുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സിയിൽ ഇതാണ് പോയിൻ്റ്, കണ്ടെയ്നർ എയിൽ വരുമ്പോൾ ഇതാ പോയിൻ്റ്, പിയിൽ വരുമ്പോൾ ഇതാ പോയിൻ്റ്. നമുക്ക് ഈ നമുക്ക് ഈ ഫ്ലൂയിഡ് പ്രഷറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദ പ്രഷർ അറ്റ് സെയിം ഹൊറിസോണ്ടൽ ലെവൽ വിൽ ബി സെയിം. ഈ കാണുന്ന 3 യെല്ലോ പോയിൻ്റുകളും ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ്. അതുകൊണ്ട് അവിടെയെല്ലാം പ്രഷർ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രഷർ അറ്റ് സി, ദിസ് വൺ പ്രഷർ അറ്റ് എ, ദിസ് വൺ പ്രഷർ അറ്റ് ബി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും, പ്രഷർ അറ്റ് എ ഈക്വൽ ടു പ്രഷർ അറ്റ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് സി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. ഇതിനൊരു വലിയ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സീ ലെവലിൽ കടൽ ജലനിരപ്പിൽ പ്രഷർ സെയിം ആവണമല്ലോ. കാരണം വാട്ടർ സർഫസിൻ്റെ ലെവലെന്ന് പറയുന്നത് ഒരേ ഹൊറിസോണ്ടൽ ലെവലാണ്. അപ്പോൾ സീ ലെവലിലെ പ്രഷർ എപ്പോഴും സെയിം ആയിരിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡിയ ഈ പറയുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് തന്നെയാണ്. നമുക്കറിയാം സീയുടെ ഉള്ളിൽ ഹൈറ്റ് ഡിഫറൻസുകളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ വളരെ ഡീപ്പാണ്, ചില സ്ഥലങ്ങളിൽ അത്ര ഡീപ്പല്ല. എങ്കിൽ പോലും വാട്ടറിൻ്റെ ലെവൽ സർഫസിൽ ഒരേപോലെ ആയിരിക്കും. അതിന് കാരണം ഈ ഒരേ ഹൊറിസോണ്ടൽ പോയിന്റിൽ പ്രഷർ സെയിം ആയിരിക്കും. അത് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാം. ഇതെല്ലാം ഒരേ ഹൊറിസോണ്ടൽ ലെവലിലുള്ള പോയിന്റുകളാണ്. അവിടങ്ങളിലെല്ലാം പ്രഷർ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ we have the absolute pressure P equal to PA plus H rho G. Absolute pressure depends on height of the fluid column. Absolute pressure ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലൂയിഡ് കോളത്തിൻ്റെ ഹൈറ്റിനെ മാത്രമാണ്. സോ ലിക്വിഡ് പ്രഷർ ഈസ് സെയിം അറ്റ് ഓൾ പോയിൻറ്റ്സ് അറ്റ് ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ. അതുകൊണ്ട് തന്നെ ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എപ്പോഴും സെയിം ആയിരിക്കും. ഈ കാണുന്ന ഹൈറ്റ് 1 ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഹൈറ്റ് 1 ആയതുകൊണ്ട് ഈ പ്രഷറും എല്ലാ സ്ഥലങ്ങളിലും ഒന്നായിരിക്കും. ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ എപ്പോഴും സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം നോക്കാം. ദ പ്രഷർ ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ് എനി പോയിൻറ്റ് ഈസ് ദി വെയ്റ്റ് ഓഫ് ദി എയർ കോളം ഓഫ് യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ എക്സ്റ്റെൻഡിങ് ഫ്രം ദ പോയിൻറ്റ് ടു ദ ടോപ്പ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഒരു പോയിൻറ്റിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ട് ഇവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോയിൻറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു വലിയ എയർ കോളം കൺസിഡർ ചെയ്യണം. ഈ എയർ കോളത്തിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ തന്നെ ബൗണ്ടറിയാണ്. അപ്പോൾ ഒരു സ്ഥലം, ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത പോയിൻ്റാണ്. ഫ്ലൂയിഡ് കോളത്തിൻ്റെ അല്ലെങ്കിൽ എയർ കോളത്തിൻ്റെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ തന്നെ ബൗണ്ടറിയാണ്. അപ്പോൾ ഈ കാണുന്ന വലിയ എയർ കോളത്തിൻ്റെ വെയ്റ്റ് എത്രയാണോ ആ വെയ്റ്റിനെ തന്നെയാണ് നമ്മൾ ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ദ പ്രഷർ ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ് എനി പോയിന്റ് ഈസ് ദ വെയ്റ്റ് ഓഫ് എയർ കോളം
of unit cross-sectional area extending from the point to the top of the atmosphere. അപ്പോൾ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കും. The pressure exerted by the atmosphere at sea level is called atmospheric pressure. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നത് സീ ലെവലിലാണെന്ന് വിചാരിക്കുക, കടലിൻ്റെ ജലോപരിതല ലെവലിലാണെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന പ്രഷറിനെയാണ് യു ജനറലി കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച്, ഇത് സീ ലെവലാണെങ്കിൽ അവിടുന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് പിന്നീട് ഉണ്ടാവുന്ന എയർക്കോളത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞാണല്ലോ വരുന്നത്. കാരണം അറ്റ്മോസ്ഫിയറിൻ്റെ ബൗണ്ടറി എന്തായാലും ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് കുറച്ചും കൂടെ സീ ലെവലിൽ നിന്ന് മുകളിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന എയർക്കോളത്തിന് അതനുസരിച്ചുള്ള ഹൈറ്റ് ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും അവിടെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് വാട്ടർ സർഫസിൻ്റെ അല്ലെങ്കിൽ സീ ലെവലിൻ്റെ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ കുറഞ്ഞാണ് വരിക. അതിന് കാരണം അവിടെ വെയിറ്റ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എയർക്കോളത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ പ്രഷർ ഏൽപ്പിക്കാൻ പോകുന്നത് എവിടെയായിരിക്കും? സീ ലെവലിലായിരിക്കും. ഓക്കെ, അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ പ്രഷർ ഏൽപ്പിക്കാൻ പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് സീ ലെവലാണ് എന്നത് മനസ്സിലാക്കുക. സീ ലെവലിലെ പ്രഷറിനെ തന്നെയാണ് എന്ത് വിളിക്കുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുക. ഈ ഒരു കൺവേർഷൻ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. 180m = 1.013 × 10⁵ പാസ്കൽ. അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Then we move on to certain devices.